ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നടത്തിയിട്ടുള്ള വലിയ ഭൂമി കുംഭകോണത്തിന്റെ വാർത്തകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ കേന്ദ്രങ്ങളിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞു. സംസ്ഥാനത്ത് എല്ലായിടത്തും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് നമ്മളോടൊപ്പം ചേരുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെയാണ് ഡിവൈഎഫ്ഐ തയ്യാറെടുക്കുന്നത്. പിന്നെ ഇതൊരു ആരോപണം മാത്രമല്ലല്ലോ, ഇത് വളരെ കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കർണാടകയിലെ സാധാരണ കർഷകരിൽ നിന്ന് ചുള്ളുവിലക്ക് ഏറ്റെടുത്ത ഭൂമിയാണ്. അത് ഏറ്റെടുത്ത് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ കർണാടക ഗവൺമെൻറ് അവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ ആ ഭൂമി എവിടെ എന്താവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി അയാളത് 313 കോടിക്കാണ് മറച്ചു വിറ്റത്. 313 കോടിക്ക്. ഇപ്പോൾ ഇത്ര വലിയ അഴിമതി നടക്കുമ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ എന്തെടുക്കുകയാണ്? കർണാടകയിലെ സർക്കാർ ഉത്തരവാദിത്വമില്ലേ? അപ്പോൾ അത് ആ വിൽപ്പന റദ്ദ് ചെയ്യാൻ, ഇത്ര വലിയ അഴിമതി നടത്തിയിട്ടുള്ള ഇയാളെ പിടിച്ച് ജയിലിലടക്കാൻ എന്തുകൊണ്ട് കർണാടകയിലെ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏതെല്ലാം നേതാക്കന്മാർക്കാണ് ഇതിൻ്റെ പങ്ക് കൊടുത്തിട്ടുള്ളത്, ആരൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതുണ്ട്. കാരണം ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം ഒരു സാധാരണ കാര്യമല്ലേ, ഇതെല്ലാം ഒരു നിസ്സാരമായ ആരോപണമല്ലേ എന്നാണ്. എങ്ങനെയാണ് ഇത് നിസ്സാരമായ ആരോപണമാവുക? കാരണം 313 കോടിക്ക് ഇത് വിറ്റു എന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിച്ച ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ഏറ്റവും ശരിയായിട്ടുള്ള തെളിവടക്കം പുറത്തു വന്നിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയം, ഈ ഭൂമി കുംഭകോണം, ഈ അഴിമതി, ഈ പെരുങ്കളനെ തുറന്നു കാട്ടുന്ന ശക്തമായ പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഇത് തുറന്നു കാട്ടിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് നാളെ സംസ്ഥാന വ്യാപകമായി, ഇന്നിപ്പോൾ 14 ജില്ലാ കേന്ദ്രങ്ങൾ പ്രതിഷേധം വെച്ചിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി ഈ വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ഈ അഴിമതി വീരന്മാരെ ഞങ്ങൾ തുറന്നു കാണിക്കും. സത്യത്തിൽ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനത്തിൽ ചോദ്യം ഉൾപ്പെടെ ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടി പറയാതെ പോകുന്ന ഒരു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ, ഒരു ആരോപണം ഉയരുമ്പോൾ അതിൽ വസ്തുത ഇല്ല എന്നെങ്കിലും പറയാൻ, ഇല്ല എന്നുള്ള മറുപടിയാണുള്ളതെങ്കിൽ അതുപോലും പറയാൻ തയ്യാറാവുന്നില്ല എന്നതും വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടും പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളോട് കാണിക്കുന്ന സമീപനമുണ്ട്. അത് അങ്ങേയറ്റം ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞതാണ്. അപ്പോൾ അവർ ധരിക്കുന്നത് കേന്ദ്ര ഭരണമെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ കുറേ മാധ്യമങ്ങളെല്ലാം വിലക്കെടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ കേരളത്തിലെ ചില മാധ്യമങ്ങളെയും വിലക്കെടുക്കാനും ചില ആളുകളെ ഭീഷണിപ്പെടുത്തി ഈ വാർത്തകളെ ഇല്ലാതാക്കാനും കഴിയും എന്നൊക്കെയാണ് അവർ ധരിക്കുന്നത്. പക്ഷേ ഇത് കേരളമാണ് എന്ന് ബി.ജെ.പിയിൽ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കേരളത്തിലെ ഒരു മാധ്യമത്തെയും വിരട്ടി നിർത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് കേരളത്തിലെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ള, കൈരളി ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ, ഇതിൻ്റെ വാർത്തകൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഇനിയും ഇടപെടൽ നടത്തും. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ പത്രസമ്മേളനങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ട് അദ്ദേഹത്തിന് സുഖമായി കേരളത്തിൽ കൂടി നടക്കാമെന്ന് ധരിക്കേണ്ടതില്ല. തെരുവിലും ഡിവൈഎഫ്ഐ ശക്തമായി പ്രതിഷേധവുമായിട്ടുണ്ടാവും. എന്തായാലും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വേദിയാകും എന്നുള്ളത് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് വ്യക്തമാക്കുന്നത്. ഈ കുംഭകോണം അന്വേഷിച്ച് സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ കൃത്യമായ രീതിയിൽ പാവപ്പെട്ട കർഷകർക്ക് നഷ്ടമായ ഭൂമി അവർക്ക് തിരികെ ലഭിക്കാനുള്ള നടപടി ഉണ്ടാവണം, കൊള്ളക്കാരെ കണ്ടെത്താൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് വി.കെ. സനോജ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ഉർവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.